എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് വളരെ പോപ്പുലറായിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. ഇതിപ്പം 1 കിലോ ചിക്കനാണ്. ഒരു അല്പം ഉപ്പ്, ഇച്ചിരി ഗരം മസാല. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. പിന്നെ കുരുമുളക്, ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്പൈസ് ഫ്ലേവർ എന്ന് പറയുന്നത് കുരുമുളക് തന്നെയാണ്. പിന്നെ ഇഞ്ചിയും ഒക്കെ ഇടും, നമ്മൾ പച്ചമുളക് ഇടും. ഇതിന് മഞ്ഞളോ അതുപോലെ തന്നെ ചുവന്ന മുളക് പൊടിയോ നമ്മൾ ചേർക്കത്തില്ല. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. അതൊന്ന് പിച്ച് കീറി അല്ലെങ്കിൽ ക്രഷ്ഡായിട്ടോ അരിഞ്ഞോ വല്ല ഇടണം, അതിന് ഫ്ലേവർ ഒന്ന് പിടിക്കാൻ. അപ്പോൾ സ്റ്റൂവിനകത്തിടുന്ന വെജിറ്റബിൾ പൊട്ടറ്റോയും ക്യാരറ്റും ബീൻസുമാണ്. ചിലർ ഗ്രീൻ പീസും ഇടും, ഞാൻ ഇടാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിനകത്തേക്ക് ഒരല്പം ഉപ്പൊന്ന് വെതറി ഉപ്പ് പുരട്ടി വെക്കണം. അതിനകത്ത് വെള്ളം മുഴുവൻ ഒന്ന് പുറത്തിറങ്ങാനാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകത്തില്ല, അതിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അതുപോലെ ഉരുളക്കിഴങ്ങ് അരിയുമ്പം ഇതുപോലെ വലുതായിട്ട് അരിയുക ചെയ്യണം, അല്ലെങ്കിൽ വെന്ത് അത് ചേർന്ന് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പായസം പോലെ ആയിപ്പോൾ നമ്മുടെ കറി. ബീൻസും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ കൊഴുത്ത ചാറും കഷ്ണങ്ങളും വേറെ വേറെ വീഴണം, എങ്കിലേ അതിൻ്റെ ടെക്സ്ചറും കറക്റ്റ് ആകത്തുള്ളൂ. ഈ ട്രഡീഷണലായിട്ടുള്ള സ്റ്റൂവിന് ചേർക്കുന്ന ഒരു സാധനമാണ് കാഷ്യൂനട്ട്. ഇതൊക്കെ ചേർക്കാതെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. പക്ഷേങ്കിൽ ഞാനിത് വളരെ ട്രഡീഷണലായിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പി ഞാൻ നേരത്തെ ഇതിന് മുമ്പ് ഇട്ടിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഇത് നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി, അങ്ങനെ ഭയങ്കരമായിട്ട് റോസ്റ്റൊന്നും ആവണ്ട. ബ്രൗൺ കളറായാൽ നമ്മുടെ കറിയുടെ കളറും മാറിപ്പോകും. ചൂടാകുമ്പോൾ ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം തണുത്തിട്ട് വേണം പൊടിക്കാൻ. പാൻ തന്നെ ചൂടാകുന്ന തുടങ്ങി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കും. അതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2-3 പച്ചമുളക്, നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസും ക്യാരറ്റും സ്റ്റിർ ഫ്രൈ ചെയ്യണം. അതായത് തീ കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അകം ഇപ്പോൾ വേകണ്ട. ഒരല്പം ഉപ്പൂടെ ഒരു പൊടിക്ക്. അപ്പം ഇതിനകത്തുനിന്ന് ഇനി മധുരം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങത്തില്ല. രണ്ടാമതായിട്ട് ഇത് വെന്ത് കലങ്ങിയും പോകത്തില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇതിന് സ്പൈസായിട്ട് വേണ്ടത് ഹോൾ പെപ്പർ, 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു ചെറിയ തക്കോലപ്പൊട്ടിൽ, 2-3 ചെറിയ ഗ്രാമ്പൂ, 2 ഏലക്ക. ഇത്രയും മതി, ഒരുപാട് സ്പൈസസ് വേണ്ട. അപ്പം ചിക്കൻ കറിയുടെ ടേസ്റ്റ് എല്ലാം കൊണ്ട് അതങ്ങ് ഹൈജാക്ക് ചെയ്യും. അപ്പം അതേ എണ്ണ നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. പിന്നെ 2-3 സ്പ്ലിറ്റ് ഗ്രീൻ ചില്ലി ഇടാം. ഇതൊരു 30 സെക്കൻഡ്സ് ഒന്ന് വാടിയാൽ മതി. ഇങ്ങനെ കട്ടി കുറച്ചരിഞ്ഞ് സവാള ഇടാം. ഇപ്പോൾ ഉള്ളി ഒരു 3/4 വഴന്നിട്ടുണ്ട്. കളറ് കരിഞ്ഞു പോകാൻ പാടില്ല. ആ പർപ്പിൾ കളർ, ഒരു പിങ്ക് കളർ കണ്ടോ, ആ കളർ തന്നെ വേണം. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഉപ്പിടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. 1 മിനിറ്റ് ഒന്ന് വഴറ്റണം ഇത്. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇടുകയാണ്. അതിനകത്ത് വെള്ളം ഒഴിക്കരുത്. ഈ വെള്ളം ഒഴിക്കാൻ പാടില്ല. ചെറിയ തീ തന്നെ ഇതിട്ടൊന്ന് വഴലണം. അപ്പോഴത്തേന് ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവും. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാണ്ട് നമുക്കൊന്ന് അടച്ച് വേണമെങ്കിലും വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. ഇതിനകത്തേക്ക് നമുക്കിനി ചിക്കൻ ഇടാം. ഒട്ടും വെള്ളം ഒഴിക്കരുത്. ചിക്കനകത്തെ വെള്ളം ഇറങ്ങണം പുറത്ത് ആദ്യം. അതിനകത്ത് നമ്മൾ പച്ചക്കറിവേപ്പിലൊക്കെ ഇട്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇനിയും പച്ചക്കറിവേപ്പിലൊന്നും ഇടണ്ട. ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ആ ഉപ്പും കൂടെ ഒഴിച്ച് ചെറിയ തീയിൽ അടച്ച് വെച്ചാൽ ചിക്കനകത്തെ വെള്ളമെല്ലാം പുറത്തിറങ്ങും. ഈ സമയത്ത് നമ്മൾ മുമ്പ് വറുത്ത് വെച്ച ക്യാരറ്റും ബീൻസും കൂടി ഇടാം. ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇതിനകത്തൊരു ബേ ലീഫും കൂടെ വേണമെങ്കിൽ ഇടാം കേട്ടോ. അത് നല്ല ഫ്ലേവർ കൊടുക്കുന്ന സാധനമാണ്. ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. ചിക്കനകത്തുനിന്ന് വെള്ളം മുഴുവൻ പുറത്തിറങ്ങട്ടെ. ചിക്കനകത്ത് വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പകുതി വെന്തിട്ടുമുണ്ട്. പൊടിച്ച് വെച്ച കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അത് ചേർക്കണം. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള റെസിപ്പി ഫോളോ ചെയ്യണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്ത് കാണും. കൊഴുപ്പിന് വേണ്ടിയിട്ട് നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാൽ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ 2-ാം പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള പോലെ തേങ്ങ കൂടുതൽ എടുക്കണം. 1 തേങ്ങയെങ്കിലും മിനിമം എടുക്കണം 1 കിലോ ചിക്കന്. എന്നിട്ട് ഇനി ഇതിനകത്ത് ഇത് നന്നായിട്ട് തിളച്ച് ബാക്കിയുടെ വേകാനുള്ളത് വേകണം. അപ്പോൾ ഇനി തീ ഒരു ശകലം കൂടെ കൂട്ടാം. ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഉണ്ടല്ലോ, നന്നായിട്ട് വേകണം. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണെങ്കിലും സ്പൈസ് വേണമെങ്കിൽ നമ്മൾ ബ്ലാക്ക് പെപ്പർ ഇടണം. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി കട്ടിയുള്ള 2-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ റെഡിയാണ്. തന്നെ കടുക് വറുത്തിടുകയും കൂടെ ചെയ്യണം. നമുക്ക് തിക്കായിട്ടുള്ള ചാറ് നല്ലപോലെ വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കണം ആദ്യമേ. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിക്കാം. ഈ 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് പോയി നോക്കണേ. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. നന്നായിട്ട് ആവി വന്നാൽ മതി. ഇപ്പോൾ ആവി വരുന്നുണ്ട്, ഞാനത് ഓഫ് ചെയ്യുക. കടുക് വറുക്കാനായിട്ട് ചട്ടി ചൂടാകുന്നുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം.
എണ്ണ ചൂടാകുന്ന ഉടനെ കടുകിടാം. അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ കുറച്ച് കൊച്ചുള്ളി, അത് ഇച്ചിരി നല്ലപോലെ ഇട്ടാലും കറിക്ക് നല്ല കൊഴുപ്പ് കൂടും. ഇങ്ങനെ ഉള്ളി ബ്രൗൺ ആകാൻ തുടങ്ങുമ്പം തീ ഓഫ് ചെയ്യണം. ഒരു നുള്ള് കായം, ഒരു നുള്ള് ഗരം മസാല, പിന്നെ 2 വറ്റൽമുളക്, കറിവേപ്പില, ഇതൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടാൽ മതിയേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണയൊക്കെ കുറച്ച് വേണം കടുക് വറക്കാൻ. ചിക്കൻ സ്റ്റൂ റെഡിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്താൽ മതി. ഇത് പാലപ്പത്തിന്, വെള്ളയപ്പത്തിന്, പുട്ടിന്, ചപ്പാത്തിക്ക്, ചോറിന് എല്ലാം നല്ലതാണ്. പെപ്പർ ഇട്ട് അതിൻ്റെ സ്പൈസ് അഡ്ജസ്റ്റ് ചെയ്യും. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.